നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മൈത്രേയൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹം അറിവിൽ നല്ല നല്ല ഒരു പൊസിഷനിൽ നിൽക്കുന്നതാണ് അദ്ദേഹത്തിനെ മനസ്സിലാക്കിയതിൽ നിന്ന് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ല അറിവിലുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം വ്യക്തതയോടുകൂടിയാണ് പല കാര്യങ്ങളും സംസാരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ പലരും അതിനെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്, മതഗ്രന്ഥങ്ങളെയെല്ലാം എടുത്ത് തോട്ടിക്കളയേണ്ട സമയം കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പം അദ്ദേഹം ഇതെല്ലാം പഠിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം അത് മനനം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അദ്ദേഹം ഭഗവത്ഗീതയൊക്കെ വളരെയധികം ആക്ഷേപിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പം അതിൽ ഞാൻ കണ്ടതിൽ ഭഗവത്ഗീതയിൽ ആത്മാവ് എന്ന് പറയുന്ന ഒരു വസ്തുവിനെ കുറിച്ച് പറയുന്നു എന്നുള്ളത് മാത്രമേ എനിക്കതൊരു മിസ്റ്റേക്കായിട്ട്, അത് ഒന്നുകിൽ ജീവൻ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയാം എന്നുള്ളതാണ് ഞാൻ എടുക്കുന്നത്. പക്ഷേ അതിനതിൽ മിസ്റ്റേക്കായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന മിസ്റ്റേക്കാണ് അത്. പക്ഷേ ഈ പറയുന്ന ഭഗവത്ഗീത എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി വികസിക്കാതെ അല്ലെങ്കിൽ ബുദ്ധി കെട്ടുപോയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നമ്മളെ ഉയർത്തിക്കൊണ്ട് വരാൻ കഴിയുന്നത്ര ശക്തിയുള്ള ഒരു മനഃശാസ്ത്ര പുസ്തകമാണെന്ന് അദ്ദേഹത്തിന് ഇതുവരെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അറിവുകേടായിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം ഞാൻ ഭഗവത്ഗീതയെ കാണുന്നത് ഒരു മനഃശാസ്ത്ര ബുക്കായിട്ട് തന്നെയാണ്. അപ്പോൾ അത് നമ്മളെ എത്ര മോശം പരിസ്ഥിതിയിൽ നിന്നായാൽ പോലും നമ്മളെ അതിൽ നിന്ന് കരകയറ്റിക്കൊണ്ടുവരാൻ കഴിവുള്ള പവറുള്ള വാക്കുകളുള്ള ഒരു ഗ്രന്ഥമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു കർമ്മസന്യാസ യോഗം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗൃഹസ്ഥാശ്രമിയായിട്ടുള്ള ഒരു മനുഷ്യൻ ഏതൊക്കെ രീതിയിൽ പ്രവൃത്തി എടുക്കുമ്പോൾ പോലും അതിൻ്റെ ഫലത്തെ ഇച്ഛിക്കാതെ തന്നെ ആ പ്രവൃത്തിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കത് മാക്സിമം എൻജോയ് ചെയ്ത് ചെയ്യാൻ കഴിയുകയും ജീവിതത്തെ മനോഹരമായിട്ട് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് തന്നിൽ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കർമ്മസന്യാസ യോഗം പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ഒരു വഴി പറഞ്ഞു തരുന്ന ഒരു ബുക്കായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കത് ഉപയോഗപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളെ ഞാൻ എതിർക്കുന്നത്. പിന്നെ ഖുറാനും ബൈബിളും എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല, അതൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഓരോ വ്യക്തികൾക്ക് സ്യൂട്ടബിളായിട്ടുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ മാനസിക നിലയെ തിരിച്ചു കൊണ്ടുവരാൻ ഉതകുന്ന തരത്തിലുള്ള അനേക ഗ്രന്ഥങ്ങൾ അനേകം ബുക്കുകളും പണ്ടത്തെ സിനിമ അല്ലെങ്കിൽ വീഡിയോസ് പോലെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോസ് പോലെ തന്നെയാണ് അന്നത്തെ ബുക്കുകൾ. അപ്പോൾ അന്ന് അത് വായിച്ച് അതിൻ്റെ നമ്മുടെ ഭാവന വളർത്തി അത് വായിച്ച് നമ്മളത് നമ്മുടെ മനനം ചെയ്ത് നിര്ധ്യാസനം ചെയ്ത്, അതായത് നമ്മുടെ ജീവിതത്തിൽ അതിനെ കൊണ്ടുവന്ന് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ യഥാർത്ഥ വശം കിട്ടുന്നത്. അല്ലാതെ നമ്മളത് വായിച്ചെന്നോ ഞാനത് പഠിച്ചു എന്ന് അടച്ച് പറയുന്ന മൈത്രേയൻ അവിടെ തെറ്റിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അയാളത് പഠിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അയാളത് മനനം ചെയ്യുകയോ നിര്ധ്യാസനം ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ലായിരിക്കാം. പക്ഷേ സാധാരണ വ്യക്തികൾക്ക് ഇതേ രീതിയിൽ ഈ മാർഗങ്ങളിൽ അവലംബിച്ചത് കൊണ്ട് അവർക്ക് ഗുണങ്ങളുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അതുകൊണ്ട് അടച്ചാക്ഷേപിച്ചതിനെ തോട്ടിക്കളയുക എന്ന് പറയുന്നത് നമ്മുടെ പൂർവികരായിട്ടുള്ള ബുദ്ധിയുള്ള അല്ലെങ്കിൽ മേധാശക്തിയുള്ള മനുഷ്യർ കണ്ടെത്തിയിട്ടുള്ള പല അറിവുകളെയും നിഷേധിക്കുന്നതിന് തുല്യമാണ്. അപ്പം നമ്മൾ നമ്മുടെ സ്വന്തം അറിവിൽ മാത്രം നിൽക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ വാസ്തവത്തിൽ നമ്മൾ സ്വന്തം അറിവിലല്ല നിൽക്കുന്നത്. നമ്മുടെ ചുറ്റുപാടിൽ നിന്നും കിട്ടിയ അറിവുകളുടെ മുകളിലാണ് നമ്മുടെ അറിവിനെ കൊണ്ടു നിർത്താൻ പറ്റുക. അല്ലാതെ നമുക്കൊരു ബേസ് ഇല്ലാതെ നമുക്ക് സ്വന്തമായിട്ടൊരു അറിവ് ഇവോൾവ് ചെയ്ത് വന്നിട്ടില്ല. നമ്മുടെ ഋഷീശ്വരന്മാരും മറ്റുള്ള സയൻറ്റിസ്റ്റുകളും നമ്മുടെ അച്ഛനമ്മമാരും നമ്മുടെ നാട്ടുകാരും നമ്മുടെ ടീച്ചർമാരും എല്ലാവരും ചേർന്നിട്ടാണ്
നമുക്കൊരു അറിവിൻ്റെ ബേസ് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അപ്പോൾ അവർ മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ല എങ്കിൽ പോലും ആ ഒരു അറിവിൻ്റെ ബേസ് അവിടെ കിടപ്പുണ്ടെന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അതിനെയൊക്കെ നിഷേധിക്കുന്നതിന് തുല്യമാണ് നമ്മളീ പറയുന്ന ഭഗവത്ഗീത എടുത്ത് തൊട്ടിക്കളയാനെന്ന് പറയുന്നത്. അതിൽ മിസ്റ്റേക്ക് ഉണ്ടാവും. കാര്യം പൂർവികരാകുമ്പം അല്ലെങ്കിൽ പണ്ടുള്ളവർ ചിന്തിക്കുന്ന ബുദ്ധിതലമല്ല ഇന്നുള്ളവർ ചിന്തിക്കുന്ന ബുദ്ധിതലം. അപ്പോൾ അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടാകും. ആ മിസ്റ്റേക്കുകളെ പരിഹരിച്ചുകൊണ്ട് തന്നെ നമുക്ക് പോകേണ്ടി വരും. അപ്പോൾ അവിടെ ആത്മാവ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടെന്നുള്ളതാണ് മൈത്രേയന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഭാഗമെന്ന് പറഞ്ഞിട്ട് അത് മുഴുവനായിട്ട് നിഷേധിക്കുന്ന വിഡ്ഢിത്തരത്തിലേക്ക് പോവുകയാണ് അയാൾ ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഞാൻ ഒരു മതഗ്രന്ഥത്തിലും പെട്ടുപോകുന്ന ആളല്ല എന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷേ ഇത് എനിക്ക് ഉപയോഗപ്പെട്ടത് കൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് എവിടെയും പറയാം. എനിക്ക് ഇത് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. കർമ്മസന്യാസ യോഗം എനിക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. സാഖ്യയോഗം എനിക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വിശദമായിട്ട് നമുക്ക് എവിടെ വേണേലും പറയാവുന്നത് കൊണ്ടാണ് അതിനെ പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് പ്രാക്ടിക്കൽ ലൈഫിൽ അതിനെ ഉപയോഗിച്ച് നമ്മൾ ശാന്തി കണ്ടെത്തുകയും ചെയ്തത് കൊണ്ടാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ആളത് ചെയ്തിട്ടില്ല, വെറുതെ വായിച്ചിട്ട് ഞാനത് വായിച്ചു എന്ന് മാത്രം പറയുന്നത് വെറും ഭോഷ്കത്തരമാണ്. ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോട് യോജിക്കുന്ന വ്യക്തിയും കൂടെയാണ്. ഒരുപാട് അന്ധവിശ്വാസങ്ങളെയും വിഡ്ഢിത്തരങ്ങളെയൊക്കെ അദ്ദേഹം പിച്ചി ചീന്തുന്നുണ്ട്. അത് വേണം, അത് ആവശ്യമാണ്. ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. പക്ഷേ അദ്ദേഹം പല അഭിപ്രായങ്ങളും പറയുന്നത് ഈ കേൾക്കുന്നവൻ എങ്ങനെ അതെടുക്കുന്നു എന്നുള്ള ബോധത്തിൽ ആളുടെ ബുദ്ധിയിൽ വരുന്നില്ല. ഈ കേൾക്കുന്നവൻ അതായത് മൈത്രേയൻ്റെ അതേ ഭൗതിക ലെവലിലുള്ള വ്യക്തിയാണെന്നാണ് മൈത്രേയൻ കരുതുന്നത്. പക്ഷെ അല്ല. അവർ കേൾക്കുന്നവർ പലതരം ബുദ്ധികളിലും പലതരം പൊസിഷനുകളിലും ഒക്കെയാണ് നിൽക്കുന്നത്. അവരുടെ അറിവിൻ്റെ തലങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഏത് അറിവ് എവിടെ വിളമ്പണം, ഏത് പരസ്യമായിട്ട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പരസ്യമായിട്ട് പറയരുത്, രഹസ്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ രഹസ്യമായിട്ടും അതിന് ഉചിതമായിട്ടുള്ള വ്യക്തികളുടെ അടുക്കലും സമൂഹത്തിനോട് പറയുമ്പോൾ സമൂഹത്തിൽ എത്ര തരം വ്യക്തികളെയാണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ വിവക്ഷിക്കേണ്ടതുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ വിളിച്ച് പറയുക എന്ന് പറയുന്നത് സത്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ സത്യങ്ങൾ പറയുമ്പോഴും സത്യങ്ങൾ എവിടെ ഏത് ഉചിതമായ സ്ഥലത്ത് ഉചിതമായ വ്യക്തികളോട് സത്യങ്ങൾ പറഞ്ഞെങ്കിലേ അതിന് യഥാർത്ഥ ഗുണം ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ അതിന് വിപരീത ഫലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ മയക്കുമരുന്ന് എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മദ്യവും മയക്കുമരുന്നാണ്, കഞ്ചാവും മയക്കുമരുന്നാണ് എന്ന് പറയുമ്പോൾ അതിനെ ലീഗലൈസ് ചെയ്യണം, അതായത് ലിബറലാക്കണം എന്ന് പറയുമ്പോൾ അത് ഉപയോഗിക്കാം എന്നുള്ള സെൻസിലെടുക്കുന്ന ഒരു സമൂഹം ചുറ്റുമുണ്ട്. അതായത് അതിനെ ബുദ്ധിതലത്തിൽ അത് മനസ്സിലാക്കാൻ ശേഷി കുറഞ്ഞ സമൂഹവും ചുറ്റിലുണ്ട്. ഇതൊരു മൈത്രേയൻ പറഞ്ഞതുകൊണ്ട് ഉപയോഗിച്ചേക്കാമെന്ന് ചിന്തിക്കുന്ന തലമുറയുണ്ടെന്നുള്ളത് മൈത്രേയൻ എടുക്കുന്നില്ല. മൈത്രേയൻ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ഇതിനെ ലിബറലാക്കി കഴിയുമ്പോൾ ആവശ്യമുള്ളവൻ ഉപയോഗിക്കും, ആവശ്യമില്ലാത്തവൻ ഉപയോഗിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് മൈത്രേയൻ എടുക്കുന്നത്. അതായത് അവരെല്ലാവരും മൈത്രേയനെ പോലെ ചിന്തിക്കുന്ന വ്യക്തികളാണ്. അതായത് നമ്മുടെ ശരീരത്തിന് ദോഷമാണ്, അല്ലെങ്കിൽ അനുഭവത്തിൽ ഇത്രയേ ഉള്ളൂ എന്നെടുക്കാൻ സാധിക്കുന്ന വ്യക്തികളാണ് ചുറ്റുമുള്ളതെന്നാണ് മൈത്രേയൻ ധരിക്കുന്നത്. പക്ഷെ അല്ല, സമൂഹം എന്ന് പറയുന്നത് പലതരം ആൾക്കാർ ചേർന്നതാണ്. അപ്പോൾ പല രീതിയിലെടുക്കും. കൂടുതൽ ആൾക്കാരും എടുക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ മൈത്രേയൻ പറഞ്ഞതുകൊണ്ട് അത് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലോട്ട് ചിന്തിക്കുന്ന ഒരു സമൂഹവും ഇവിടെ ഉണ്ട് എന്നുള്ളത് മൈത്രേയൻ എടുക്കുന്നില്ല. മൈത്രേയനെ പോലെ തന്നെ ചിന്തിക്കുന്ന വ്യക്തികളാണെല്ലാം എന്ന് മൈത്രേയൻ ധരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മൈത്രേയന് പല ചിന്താധാരകളും കുറച്ചുകൂടെ വികസിപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ ഉള്ള ഒരു വഴി നോക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.